ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വളരെ നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കുവാനും വളരെ നല്ലൊരു ജ്യൂസാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യം തന്നെയില്ല. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ശരീരം നല്ലതുപോലെ തണുക്കും. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഈ ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്നത് അലോവേറയാണ്, നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴ നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ടാവും. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കറ്റാർ വാഴ പോളകൾ അടർത്തിയെടുക്കാം. ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് വളരെ ചെറിയ പോളകളാണുള്ളത്. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ വലുപ്പമുള്ള നല്ല മാംസളമായിട്ടുള്ള കറ്റാർ വാഴ ലഭിക്കും. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്കിതുപോലെ മുറിച്ചെടുത്ത് ഇതിൻ്റെ അരികിലുള്ള മുള്ളുകൾ ചെത്തി മാറ്റണം. രണ്ട് സൈഡിലും മുള്ളുകളുണ്ട്. അത് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്തെ ഒരു വശത്തെ തൊലി ഇതുപോലെ ചെത്തിക്കളയണം. നമുക്കിതിൻ്റെ ഉള്ളിലെ മാംസളമായിട്ടുള്ള ഭാഗമാണ് ആവശ്യം. അപ്പോൾ ഇതുപോലെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലെ മാംസളമായിട്ടുള്ള ഭാഗം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി മാറ്റി ഇതൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. സൈഡ് മുറിച്ച് മാറ്റി അതിൻ്റെ ഒരു സൈഡിലുള്ള തൊലി മുറിച്ച് മാറ്റിയതിന് ശേഷം അകത്തെ വെള്ള കളറുള്ള ജെല്ലി പോലുള്ള ഭാഗം നമുക്ക് സ്പൂൺ കൊണ്ട് മാറ്റിയെടുക്കാം. ഇത് വെള്ളത്തിലിടുന്ന ഇതിൻ്റെ ഒരു കറ പോലുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം വെള്ളത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഉള്ളിൽ നിന്നും ഇത് എടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാര ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിച്ചെടുത്ത് നമുക്ക് ഉടനെ തന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല വെള്ള കളറാണ് ജ്യൂസ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ശരീരം നല്ലതുപോലെ തണുപ്പിക്കാനും പറ്റും. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണിത്.